ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജയം ജണി. എല്ലാവർക്കും ജയം ജണിയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ടർബോ സെക്കൻഡ് ലുക്ക് വന്നിട്ടുണ്ടാവണം, ഞാൻ നോക്കിയിട്ടില്ല. പിന്നെ ആദ്യമേ പറയാനുള്ളത്, ഇന്നലെ സെക്കൻഡ് ലുക്ക് പോസ്റ്റർ വരും എന്ന് പറഞ്ഞൊരു സാധനം വന്നപ്പോൾ തന്നെ എല്ലാവരും പറഞ്ഞൊരു കാര്യമുണ്ട്. സോഷ്യൽ മീഡിയ ഒക്കെ തണുത്തിരിക്കുകയാണ്, ഒരു സാധനം അങ്ങോട്ട് ഇറക്കി വിടുക്കുക അതൊക്കെ പറഞ്ഞിട്ട് കമന്റിൽ ഉണ്ടായിരുന്നു. സോ അത്തരത്തിൽ ഉണ്ടോ ഇല്ല നമുക്ക് നോക്കാം. സോ മമ്മൂട്ടി വന്നിട്ടുണ്ട്, നോക്കിയിട്ടില്ല. അത് ജസ്റ്റ് സാധനം ഒന്ന് എടുത്തു നോക്കാം, എന്തായിരിക്കും ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയ കത്തിക്കാനുള്ള ഐറ്റം ഉണ്ടോ ഇല്ലെന്നൊക്കെ നമുക്കൊന്ന് നോക്കണല്ലോ. ഫസ്റ്റ് ലുക്ക് അടിപൊളിയായിരുന്നു. ആ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡ്രസ്സിൽ ആ താർന്ന് ഇറങ്ങിയിരിക്കുന്ന സാധനം ഒരു രക്ഷയില്ലായിരുന്നു. സോ സെക്കൻഡ് ലുക്ക്, ഹിയർ ഇസ് സെക്കൻഡ് ലുക്ക്. ഇതൊരാളല്ലല്ലോ, ഇത് ഞാൻ പ്രതീക്ഷിച്ച സാധനമല്ല കേട്ടോ. ഫസ്റ്റ് ടൈമിന് അത് പറയണം. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പ്രതീക്ഷിച്ചത് ഇക്കാന്റെ ഒരു സെക്കൻഡ് ലുക്ക് ആയിരുന്നു. ഒരു ഇക്കാന്റെ വേറൊരു ലുക്കിലുള്ള സാധനം അല്ലെങ്കിൽ വേറൊരു പോസോ അങ്ങനെ വിചാരിച്ചത്. പക്ഷെ ഇത് മൂന്നാളിനെ കാണിച്ചിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിലാണ്. കൈകിലിരിപ്പ് കാരണം സ്റ്റേഷനിൽ കയറിയ ഇക്കയും രണ്ടുപേരും. രാവിലെ നമുക്ക് ഇക്കാനെ തന്നെ ഇങ്ങോട്ട് നോക്കാം, എന്നിട്ട് ബാക്കിയിലേക്ക് വന്നതല്ലോ. ഓ, ചൊറുക്ക്, ഒന്നും പറയാനില്ല, ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം എനിക്കിത് കാണുമ്പോൾ ഓർമ്മ വരുന്നതേ, ബ്രഹ്മയുഗത്തില് 72 വയസ്സുകാരൻ, അത്ര ഏജ്ഡ് ആയിട്ടുള്ള ഒരാളായിട്ട് നമ്മൾ കണ്ടു. പുള്ളിക്കാരൻ ശരിക്കും 72 വയസ്സാണെങ്കിലും ഈ പറഞ്ഞ പോലെ അതിനും മേക്കപ്പ് ഇടേണ്ടി വന്നൊരു നടൻ. സോ അത് കണ്ടിട്ട് ആ ലുക്ക് വെച്ചിട്ട് പെട്ടതിലേക്ക് വരുമ്പോൾ ആ ചേഞ്ച് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. ഇതിന് പക്ക ചുള്ളൻ, ശരിക്കൊരു 50 വയസ്സൊക്കെ പ്രായം തോന്നുന്ന ഒരാൾ, അങ്ങനെയാണ് ഇത് കണ്ടിട്ട് തോന്നുന്നത്. പിന്നെ കയ്യിൽ മറ്റേ ജി ഷോക്കിന്റെ ടൈപ്പ്, ഏത് വാച്ചാണ് കറക്റ്റ് അറിയില്ല കേട്ടോ, അത് അറിയുന്നവര് പറയാം. കണ്ടു കഴിഞ്ഞാൽ ജി ഷോക്ക് പോലെ തോന്നുന്ന ടൈപ്പ് ഒരു വാച്ച്. പിന്നെ ആ ഒരു മാല, ഈ സാധനമൊക്കെ ഫസ്റ്റ് ലുക്കിൽ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മ കിട്ടുന്നില്ല. പിന്നെ ലുക്ക് തന്നെ, ആ മുടി, ആ ലുക്കൊക്കെ നമ്മൾ ഓൾറെഡി കണ്ടതാണ്. കാരണം ഈ പറഞ്ഞ പോലെ ബ്രഹ്മയുഗത്തിന്റെ തന്നെ പ്രസ് മീറ്റിനൊക്കെ വന്ന സമയത്ത് ആ ഒരു വൈറ്റ് ഷർട്ടൊക്കെ ഇട്ടിട്ട് എന്റെ മോനെ അമ്മാതിരി ഐറ്റം പരിപാടിയായിരുന്നു. ആ ഇരുത്തൊക്കെ ശരിക്കും കള്ളൻ. അങ്ങനെ ഭയങ്കര പഞ്ചപോവായിട്ടിരിക്കുന്നുണ്ട്. ഇടിയോട് ഇടി എന്നാണ് മിഥുൻ മനോഹർ തോമസിന്റെ പറഞ്ഞത്, ഇടി എന്നാണല്ലോ പറഞ്ഞിട്ടുള്ളത്. സോ അങ്ങനെ ഇടി കഴിഞ്ഞിട്ട് വന്നിരിക്കുന്ന ഇരുത്തം പോലെ തോന്നുന്നുണ്ട്. അപ്പോ ഇടി മാത്രമല്ല, കുറെ രസകരമായിട്ടുള്ള സാധനങ്ങളും ഉണ്ടാവാം. കൂടെ ഇരിക്കുന്ന 2 പേര് ആരാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷെ അവർ വളരെ പഞ്ചഭാവം പോലെയാണ് ഇരിക്കുന്നത്. ഒരുത്തൻ അവിടെ കിടന്ന് ഇരുന്ന് ഉറങ്ങുന്നുണ്ട്. മറ്റൊരുത്തന്റെ മുഖം നോക്കിയാൽ തന്നെ സങ്കടം തോന്നും. ഇവനൊക്കെ എന്തിനാടേ പിടിച്ചു വെച്ചേക്കണേ തോന്നും. ഇത് ആ ഷെഡ്ഡി അല്ലടേ, ഞാൻ ഷെഡ്ഡിയാണിത്, ചുമന്ന ഷെഡ്ഡി അല്ല, ചുമന്ന ബനിയനാണ്. അത് ഒരു കൈ പിടിച്ചേക്കാണ് ഇവൻ. മമ്മൂക്ക ജസ്റ്റ് ഒരു ചിരി, അത് മാത്രമേ ഉള്ളൂ. അത് എല്ലാം കാണിച്ചു വെച്ചത് പുള്ളിക്കാരനാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇരുത്തം കണ്ടിട്ട്. എന്തായാലും ലുക്ക് കൊള്ളാം. പിന്നെ അവിടെ ജയിലിൽ ഏതോ ഒരുത്ത് നിൽക്കുന്നുണ്ട്, അത് ആരാന്ന് എനിക്കറിയില്ല. ഒരു ഭാഗത്താനെ പിടിച്ച് ജയിലിൽ വിട്ടിട്ടുണ്ട്, ആ സെല്ലിനുള്ളിലുണ്ട്. പിന്നെ ഇവിടെ 2 വിലങ്ങ്, അതായത് സ്റ്റേഷനിലാണ്, അത്രേ ഉള്ളൂ. സ്റ്റേഷനിൽ താഴത്ത് ഇരുത്തിയേക്കാണ്, അവിടെ പാവപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ എന്തോ ഒരു കച്ചറ ഉണ്ടാക്കിയിട്ട് മൂപ്പരാൻ വന്നിരിക്കുന്ന ഒരു പരിപാടിയാണ്. എവിടെയോ കയറി 4 ആളെ കൂമ്പിനടിച്ച് പറയിപ്പിച്ച് വന്നിരിക്കുകയാണ്. ആദ്യം മെസ്സേജോട് മെസ്സേജാണ് ഇതിൽ, ഈ മെസ്സേജ് വന്നുകൊണ്ടിരിക്കേണ്ടത്, അതുകൊണ്ട് പറഞ്ഞാണ്. അപ്പൊ മമ്മൂട്ടി ഇൻ ടർബോ, എ വൈശാഖ് ഫിലിം റിട്ടൺ ബൈ മിഥുൻ മാനുവൽ തോമസ്. പ്രതീക്ഷ തീർച്ചയായിട്ടും മമ്മൂട്ടിയാണ്. അതിനപ്പുറത്തേക്കുള്ള ബാക്കിയുള്ള പ്രതീക്ഷകൾ ഉണ്ടെങ്കിൽ പോലും ആദ്യത്തെ ആ ഒരു സംഭവം എന്ന് പറയുന്നത് മമ്മൂട്ടി തന്നെയാണ്, അതിൽ യാതൊരു ഡൗട്ടും ഇല്ല. കാരണം പുള്ളിക്കാരൻ ഇപ്പൊ ചെയ്യുന്ന സിനിമകൾ ആ ലെവലാണ്. സോ കുറെ കാലങ്ങൾക്ക് ശേഷം, മേ ബി ഇതിന് തമിഴിലൊക്കെ കുറെ പടങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും മലയാളത്തിൽ ഒരു നല്ലൊരു ഇടിപ്പടം കാണാനുള്ള ഒരു ആക്ഷൻ എന്റർടൈനർ, അങ്ങനെയുള്ള ആക്ഷൻ അഡ്വഞ്ചർ അല്ല, ആക്ഷൻ എന്റർടൈനർ. ഞാൻ ഈ ഇരുത്തം കണ്ടിട്ട് ആ ഒരു എന്റർടൈനിങ് സംഭവത്തിൽ ഉണ്ട് തന്നെയാണ് തോന്നുന്നത്. അടിപൊളി ജോസ് ഒരു എന്റർടൈനറും കൂടിയാണ് എന്നുള്ള, അത് പണ്ട് നമ്മൾ കോട്ടയം കുഞ്ചനെ കണ്ട പോലെ അത്തരത്തിലുള്ള കഥാപാത്രം അല്ലെങ്കിലും എല്ലാത്തിലും കയറി തലവെക്കുന്ന അങ്ങനത്തെ ഒരു ആളാണ് ജോസ് എന്ന് തോന്നുന്നുണ്ട്. എന്തായാലും ആള് രസികനാണ്. കൊള്ളാം. പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചല്ലോ, ഞാൻ പ്രതീക്ഷിച്ച നല്ലൊരു യമണ്ടൻ, അത് ഒരു മൂപ്പരെ ലുക്ക് കണ്ടിട്ടേ ആ സൗന്ദര്യം കണ്ട് ഞെട്ടിത്തരിക്കാം എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാൻ കണ്ടത്. പക്ഷെ ഇത് സിനിമയായിട്ട് ബന്ധപ്പെട്ട് അതിലെ ഒരു സീനിൽ നിന്നുള്ള സംഭവം അങ്ങനെ എന്തോ അങ്ങനെ ഫീൽ ചെയ്യുന്ന തരത്തിലുള്ള സാധനം തന്നിട്ടുള്ളത്. അതിൽ ഇതേപോലെ ജയിലിൽ കയറുന്ന ഒരു സീനിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു പിക്ക് പോലെയാണ് കണ്ടിട്ട് ഫീൽ ചെയ്യുന്നത്. അത് കുറച്ച് കളറൊക്കെ ചെയ്ത് എഡിറ്റ് ചെയ്തിട്ട് തന്നിട്ട പോലെയാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അതിനപ്പുറത്തേക്കൊന്നും തോന്നുന്നില്ല. കുഴപ്പമില്ല എന്ന് പറയാം. ഇത് പിന്നെ പുള്ളീന്റെ ലുക്കിൽ ഞാൻ പറഞ്ഞില്ല, അതിലൊന്നും പറയില്ല. തീയാണ്, തീപ്പൊരിയാണ്, തീ ഉണ്ടയാണ് എന്നൊക്കെ പറയാം. തീ വിട്ടത് പറയാൻ കഴിയില്ല, അമ്മാതിരി ലുക്കാണ്. അതിലൊന്നും യാതൊരു ഡൗട്ടും ഇല്ല. ഈ പറഞ്ഞ പോലെ ചുള്ളനായിട്ടുണ്ട്, സുന്ദരനായിട്ടുണ്ട്.
ഇയാളെ ഒരു ഏത് ഫോട്ടോ ഇട്ടാലും ഇനിയിപ്പോ അത് സിനിമയിൽ വരുന്ന പോസ്റ്റ് ആവട്ടെ, ഇനി സോഷ്യൽ മീഡിയയിൽ വെറുതെ ഇടുന്ന ഒരു സംഭവം ആവട്ടെ, ഞാൻ ഈ പറഞ്ഞ പോലെ ഇന്നലെ വന്ന ആ കുറെ പോസ്റ്റിന്റെയും അതുപോലെ അതിന് മുമ്പ് എന്താണ് പ്രൊഡക്ഷൻ വർക്ക് നടക്കുന്നത്, പ്രീ പ്രൊഡക്ഷൻ വർക്ക് നടക്കുന്നത്, പോസ്റ്റർ വർക്ക് നടക്കുന്നത്, അങ്ങനെ എന്തോ പറഞ്ഞിട്ടൊരു പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു. അതിന്റെ താഴെ തന്നെ കുറെ ഉണ്ട്. അത് വൈശാഖിന്റെ കൂടെ ഇരിക്കുന്ന ഒരു പോസ്റ്റ് ആയിരുന്നു. അതിന്റെ താഴെ തന്നെ വന്നിട്ടുണ്ട് ചെരിഞ്ഞാ ലുക്ക്, ഇരുന്നാ ലുക്ക്, നിന്നാ ലുക്ക്, അങ്ങനെ എന്ത് ചെയ്താലും ലുക്ക് എന്ന് പറഞ്ഞ കമന്റ് ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഇതൊക്കെയാണ് പുള്ളിനെ ഇങ്ങനെ സൂം ചെയ്ത് നോക്കുന്ന സമയത്ത് അതൊക്കെയാണ് ഓർമ്മ വരുന്നത്. കാരണം എന്ത് ചെയ്താലും ഈ മനുഷ്യൻ ലുക്കാണ്. അത് നമ്മളെ ആണുങ്ങൾക്ക് തന്നെ ഫീലിംഗ് യുനോ ജലസ് ആ ഒരവസ്ഥയാണ് പുള്ളി കാണിച്ചു വെച്ചിട്ടുള്ളത്. എന്തായാലും ഇതിൽ കണ്ടിട്ടൊരു പാവത്തായിരിക്കുന്ന പോലെയാണ്. പക്ഷെ ഉറപ്പാണ് എന്തോ ഒരു യമണ്ടൻ പോലെ ഒപ്പിച്ചിട്ട് വന്നിരിക്കുന്ന ഇരുത്താണെന്നുള്ളത് 100% ഉറപ്പാണ്. കാരണം അങ്ങനെ വളരെ നിഷ്കളങ്കരായിട്ട് ഒരു ചിരിയോട് കൂടിയാണ് നമുക്ക് ഇരിക്കുന്നത്. എന്തായാലും കൊള്ളാം. ടെർബോ ജോസ് വേറെ ലെവലാവും തന്നെ പ്രതീക്ഷിക്കുന്നു. ഈ പറഞ്ഞ പോലെ ഹൈപ്പുകൾ കൊടുത്തിട്ടില്ലെങ്കിലും, നമ്മൾ ഒരു ഹൈപ്പും കൊടുത്തിട്ടില്ലെങ്കിലും ഓട്ടോമാറ്റിക്കലി ഹൈപ്പ് കയറാൻ സാധ്യതയുള്ള ഒരു സിനിമയാണ്. സാധ്യത ഉണ്ടെന്നല്ല, ഓട്ടോമാറ്റിക്കലി ഹൈപ്പ് കയറിയിട്ടുണ്ട് തന്നെ പറയാം. അത് സിനിമ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് കൊണ്ടല്ല, പുള്ളിയുടെ ലുക്ക് വൈസ്, ആ ഫസ്റ്റ് ലുക്ക് ആണെങ്കിലും അതല്ലാണ്ട് പുള്ളി ആ ഒരു ലുക്കിൽ മുടിയൊക്കെ അങ്ങനെ ഇട്ട് എങ്ങനെ പുള്ളിക്കാരൻ പുറത്തിറങ്ങിയാലും സോഷ്യൽ മീഡിയയിൽ വരുന്ന ഓരോ പിക്കും വേറെ രീതിയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ ടെർബോയ്ക്ക് ഉണ്ട്. പിന്നെ മിഥുൻ മനുവൽ തോമസ് ആണ് റൈറ്റർ. ആ ഒരു പ്രതീക്ഷ എത്രമാത്രം ഉണ്ടെന്ന് അറിയാലോ. പുള്ളിക്കാരന്റെ സിനിമകളൊക്കെ ഒരു ഗ്യാരണ്ടി സിനിമകളാണ്. പുള്ളി എഴുതിയിട്ടുള്ള കഥകളാണെങ്കിലും ഫീലിങ്സ് അടക്കം ഒരുപാട് കഥകളുണ്ട്. അതാണെങ്കിലും വൈശാഖ് എന്ന് പറഞ്ഞ സംവിധാനം നമുക്കറിയാം. അത് പ്രത്യേകിച്ച് നമുക്കനെ വെച്ച് പറയുമ്പോൾ നമുക്ക് പോക്കിരാജ പോലുള്ള സിനിമകളൊക്കെ ഓർമ്മ വരും. അപ്പോ മാസ് പടങ്ങൾ എടുക്കുന്നതിൽ ഒരു പ്രത്യേക കഴിവുള്ള സംവിധായകനാണ് വൈശാഖ്. അപ്പോ ഈ വൈശാഖും മിഥുമാനുവലും കൂടി ചേർന്ന് നല്ലൊരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കുമ്പോൾ, നല്ലൊരു സ്റ്റേജ് ഉണ്ടാക്കുമ്പോൾ മമ്മൂട്ടിയിലെ നടൻ അഴിഞ്ഞാടും എന്നുള്ളതിൽ യാതൊരു ഡൗട്ടും എനിക്കില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റിൽ രേഖപ്പെടുത്തുക. അല്ല, ഞാൻ പറഞ്ഞ പോലെ മമ്മൂക്ക അഴിഞ്ഞാടോ അതോ ആറാടുമോ എന്നൊക്കെ ഉള്ളത് തീർച്ചയായിട്ടും കമന്റിൽ മറക്കാതെ രേഖപ്പെടുത്താം. വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറക്കാതെ ലൈക്ക് ചെയ്യുക. അപ്പോൾ മമ്മൂട്ടി അടുത്ത വീഡിയോ കാണാം. കാണുന്നവരെ